ഹലോ ഗൈസ്, വെൽക്കം ടു ഡഗ് ഔട്ട് ഡയലോഗ്സ്. നമുക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇന്നലെ വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ രണ്ട് മാച്ചസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം സംസാരിക്കുന്നുണ്ടായിരിക്കും. സ്ട്രേറ്റ് അവേ മൂവിംഗ് ടു മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാച്ച്. മുംബൈ ഇന്ത്യൻസ് ഈ സീസണിലെ ആദ്യത്തെ വിജയം അവർ നേടിയിരിക്കുകയാണ്. അതും 12ാമത്തെ ഓവറിൽ തന്നെ അവർ ഇന്നത്തെ മാച്ച് ചേസ് ചെയ്ത് വിജയിച്ചു. കൊൽക്കത്തയ്ക്ക് ഒരു ബാറ്റിംഗ് തകർച്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പ്രീവിയിൽ സംസാരിച്ച പോലെ തന്നെ സഞ്ജയ് എടുത്തു പറഞ്ഞൊരു പേരാണ് അശ്വിനി കുമാറിന്റേത്. മുംബൈയുടെ ബൗളിംഗ് അതെ. വീക്ക് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രിവ്യൂ സംസാരിച്ചിരുന്നത്. പക്ഷേ സഞ്ജയ് പറഞ്ഞു ബുംറയുടെ അഭാവം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അശ്വിനി കുമാർ എന്ന് പറഞ്ഞ ഒരു ബൗളർ ഉണ്ട്. പുള്ളിക്കാരൻ ഒരു പഞ്ചാബി ആണ് എന്നാണ്, ഇഫ് ഐം നോട്ട് റോങ്. പഞ്ചാബിന്റെ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു T20 ലീഗിൽ കളിച്ചിട്ടുള്ള പ്ലെയർ ആണ്. അപ്പൊ അവിടെ നിന്നാണ് മുംബൈ സ്കൗട്ട്സ് ടീം പുള്ളിനെ പൊക്കുന്നത്. അങ്ങനെ 4 വിക്കറ്റ് ഡെബ്യൂ മാച്ചിൽ തന്നെ. ആക്ച്വലി നമ്മൾ ത്രൂ ഔട്ട് ഇതുവരെയുള്ള എല്ലാ വീഡിയോയിലും സംസാരിച്ചിരുന്നത് മുംബൈക്ക് ഒരു ബൗളിംഗ് ഇഷ്യൂ ഒരുപാട് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇന്ന് ആക്ച്വലി അവരുടെ ബൗളിംഗ് ആണ് സ്ട്രൈക്ക് ചെയ്ത് നിന്നത്. എങ്ങനെയാണ് മുംബൈ കൊൽക്കത്തനെ അവരുടെ തട്ടകത്തിൽ വെച്ച്, ചെന്നൈയിലും അവർ തോറ്റു, അഹമ്മദാബാദിന് തോറ്റു, വാങ്കഡേലേക്ക് തിരിച്ചു വന്നപ്പോൾ മുംബൈ ആരാധകർക്ക്, എനിക്കറിയില്ല മുംബൈ ആരാധകർ ഈ മാച്ചിലെ വിജയത്തിൽ ഹാപ്പി ആണോ എന്നുള്ളത്. കാരണം അവർക്ക് കുറെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര മാച്ച് ജയിച്ചാലാണ് ഈ വർഷം കപ്പടിക്കാൻ പറ്റുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് സഞ്ജയ് 4 മത്സരങ്ങൾ തുടരെ തോറ്റു കഴിഞ്ഞാൽ കപ്പടിക്കാൻ പറ്റും. മൂന്നാമത്തെ മത്സരം തോറ്റ സീസണുകളിൽ കപ്പടിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇതൊക്കെയുണ്ട്. എനിക്കറിയില്ല അത് അവരെ ഹാപ്പിയാണോ ഇല്ലെന്ന് അറിയില്ല. എനിവേ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ബൗളിംഗ് പെർഫോമൻസ് കൊണ്ട് ഒരു ടീം വിജയിക്കുമ്പോൾ ഞാൻ പൊതുവെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ കണ്ടു മടുത്തൊരു കേസാണ്, എല്ലാ മാച്ചിലും 200 റൺസ് 210 റൺസ് സ്കോർ ചെയ്യുന്നു, അതൊരു ടീം ഒന്നുകിൽ ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ചേസ് ചെയ്യുന്നില്ല. ഒരു സ്ഥിരം റിപ്പീറ്റേഷൻ ആണ്. ഇതുപോലെ ഒരു ബാറ്റിംഗ് തകർച്ച കാണാൻ തന്നെ ഒരു സന്തോഷമാണ്, അത് ഏത് ടീമാണെങ്കിൽ പോലും. ബൗളേഴ്സിന് ഒരു മേൽക്കോയ്മ, എന്താ പറയുക, ബൗളറിന്റെ ഒരു ശവപ്പറമ്പായി മാറുന്ന സീസണിൽ തന്നെ അത് വന്നത് ഞാനധികം ഭയങ്കര ഹാപ്പിയാണ്. കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിജയം മുംബൈ വാങ്കഡിലോട്ട് തിരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് എടുത്തു വരേണ്ടത് അവരുടെ ആ ഓപ്പണിംഗ് ബൗളേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ ലാസ്റ്റ് മുംബൈയുടെ മാച്ചിൽ നിർത്തിയത് ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല എന്നുള്ള, അത് കൃത്യമായിട്ട് ഫസ്റ്റ് ഓവറിൽ പല ടീമുകളും. എനിക്ക് സന്തോഷമായിട്ടുള്ളതാ ഈ, ഞാൻ ഹെയ്റ്റ് ഒന്നും വെറുപ്പൊന്നുമില്ല നരേനോട്, പക്ഷെ നരേൻ സ്കോർ ചെയ്യുമ്പോൾ എന്തോ അത് നല്ലൊരു ഇതായി തോന്നാറില്ല. അത്ര നല്ല ബാറ്റേഴ്സ് സ്കോർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല, ഇയാൾ സ്കോർ ചെയ്യുമ്പോൾ എന്തോ ഒരു നെഗറ്റീവാണ് IPL ഫീൽ ചെയ്യാറ്. കാരണം അയാളുടെ കഴിവിനപ്പുറത്ത് അയാളുടെ സ്ട്രോങ്, വളരെ കുറച്ച് ഹിറ്റിംഗ് എബിലിറ്റി മാത്രമുള്ള ഒരു പ്ലെയർ, അതിലോട്ട് ബോളേഴ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പന്തുകൾ. 10% എബിലിറ്റി ഉണ്ടെങ്കിൽ 90% വീക്ക്നെസ് ഉള്ള ഒരു പ്ലെയറാണ് ബാറ്റിംഗിൽ സുനിൽ നരേൻ. ഈ 10% എബിലിറ്റിയോട്ട് മാത്രം പന്തെറിഞ്ഞു കൊടുക്കുന്ന കുറെ ബ്ലണ്ടർ മാത്രം ചെയ്യുന്ന ക്യാപ്റ്റന്മാരും ബോളേഴ്സും. ഇന്ന് കറക്റ്റ് കുറ്റിയെടുത്തപ്പോ കിട്ടിയ ഹാപ്പിനെസ് ഉണ്ട്, ആ മൊമെന്റിൽ കിട്ടിയ ഹാപ്പിനെസ് ഉണ്ട്. അത് ഏത് പ്ലെയർ ഏത് ടീമിനോട് ചെയ്യുന്നുള്ള നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ മുംബൈ തുടക്കത്തിൽ തന്നെ ആ ഇമ്പാക്ട് കൊണ്ടുവരുന്നത്. പിന്നെ ദീപക് ചാഹർ അടുത്ത ഓവറിലും വിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ മുംബൈ വിക്കറ്റ് എടുത്ത് പോകുന്നത്. ലാസ്റ്റ് ആ രമൺദീപ് അടിച്ചത് മാത്രമാണ് കുറച്ചെങ്കിലും അപവാദമായിട്ട് പറയാനുള്ളത്. സ്റ്റിൽ അപ്പോത്തിന് മുംബൈ സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ചേസ് ഈ 116 ചേസ് ചെയ്യുമ്പോൾ മുംബൈ പലവട്ടം ഈസി ആയിട്ട് ജയിച്ചുള്ള അവരുടെ പേരിലാണ് 2008 നേടിയ റെക്കോർഡ് ഇപ്പോഴും തകരാൻ നിൽക്കുന്നത്, ഏറ്റവും ചേസുള്ള. അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ മുംബൈ വളരെ കൂളായിട്ട് അടിച്ചെടുക്കുന്ന ടീം. ഈവൻ ചെന്നൈക്കെതിരെ ഒരു 130 സംതിങ് ചേസ് 12 ഓവറിലെങ്ങാനോ ചേസ് ചെയ്തിട്ടുണ്ട്. ജയസൂര്യയുടെ സെഞ്ചുറി വന്ന മാച്ച് 150 സംതിങ്. അപ്പൊ രാജസ്ഥാനെതിരെ മുംബൈ, ചേസ് ചെയ്തത്. രാജസ്ഥാൻ അത് ഇമ്പോർട്ടന്റ് മത്സരത്തില് 13 പോയിന്റ്. അപ്പൊ മുംബൈ ബോളിംഗിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഈ അശ്വിനി കുമാർ വന്നത് നല്ല ഇമ്പാക്റ്റ് ആയി. കാരണം ഒരു പേസർ, ഇന്ത്യൻ പേസർ അവരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ബുംറയെ മിസ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഒരു പേസർ കൂടെ ആവശ്യമുണ്ട്. അവിടെ രാജുവിനെ ഇറക്കിയത് നല്ല രീതിയിൽ അവർക്ക് മോശമായിട്ട് ഇമ്പാക്റ്റ് ആയി. ഇപ്പൊ ഇയാൾ വന്നപ്പോൾ അത് കൺസിസ്റ്റന്റ് ആവുമോ എന്നുള്ളത് അറിയില്ല. അയാളുടെ 4 വിക്കറ്റുകൾ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ബാറ്റിംഗ് കണ്ടപ്പോ ഈ സാന്നർ vs റസൽ കണ്ടിരുന്നു നിങ്ങൾ? അയാൾ സ്ട്രഗിൾ ചെയ്യുന്നു, എന്ത് സ്ട്രഗിളിങ് ആയിരുന്നു. റസൽ കിടന്ന് തിത്തിത്താര കളിക്കുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇയാൾ വന്ന് വിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് അശ്വിനി കുമാർ അല്ലേ ബൗൾഡ് ചെയ്ത് വിടുന്നത് റസലിനെ, അതെ. റസലിനെയും മനീഷ് പാണ്ഡെയും. അശ്വിനി കുമാർ ത്രൂ ഔട്ട് ദ മാച്ച് കിടിലൻ ബൗളിംഗ് ആയിരുന്നു. എല്ലാവരും മുംബൈയിൽ എല്ലാവരും അവനെ മോശം എടുത്തു പോലെല്ലാം. വിഘ്നേഷ് ഫസ്റ്റ് ഓവറിൽ അടി കിട്ടിയെങ്കിൽ പോലും അടുത്ത ഇതിൽ വന്ന് വിക്കറ്റ് എടുക്കുന്നുണ്ട് റവൺ ടീമിന്റെ. പിന്നെ ബാറ്റിംഗ് ചേസ് ചെയ്ത് വിജയിച്ചു. നമ്മൾ കൊൽക്കത്തയുടെ നെഗറ്റീവായിട്ട് എന്ത് പറഞ്ഞോ അത് കറക്റ്റ് ഇന്ന് കണ്ട് എക്സ്പോസ് ചെയ്യപ്പെട്ട്. ബാറ്റിംഗ് ആക്ച്വലി സ്ട്രെങ്തൻ അല്ല, മിസ്സിംഗ് ഉണ്ട്. സോൾട്ടിന്റെ അയ്യരുടെ വിടവ് നല്ല രീതിയിൽ അവരെ എഫക്ട് ചെയ്യും. റിങ്കു സിംഗിന്റെ മോശം ഫോം, വെങ്കടേഷ് അയ്യറിന്റെ മോശം ഫോം, വെങ്കടേഷ് ഇത് അയ്യറിനെ കുറിച്ച് ആര്, എന്താ പറയാ? അത് വേറെ തന്നെ കേസാ. ഇത് എങ്ങനെ അവര് ഒരു മത്സരത്തില് ഇപ്പൊ QDK ഫോം ആയതുകൊണ്ട് മാത്രം ഒരു മാച്ച് അവർ വിൻ ചെയ്തത്, അല്ലെങ്കിൽ ആ കളിയും തോറ്റിയിരുന്നു. അപ്പൊ അവരുടെ ഇത് ത്രൂ ഔട്ട് ദ സീസൺ അവർക്ക് നല്ല രീതിയിൽ ബാധിക്കും ഈ വിഷയം. ബാറ്റിങ്ങിലുള്ള ഒരു അസ്ഥിരത, അവരെക്കാളും മോശം ടീമുകൾ ഉണ്ട്. ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലത്തെ ടെസ്റ്റ് ടീം ഉണ്ട്. അപ്പോ കൊൽക്കത്തയുടെ നെഗറ്റീവ് ചിലപ്പോൾ മറ്റ് ടീമുകൾ മുതലെടുക്കും. ബൗളിംഗ് കൊണ്ട് മാത്രം ജയിക്കാൻ ഒരു മത്സരം പറ്റൂല, കാരണം അത്ര സ്ട്രോങ് ബൗളിംഗും അല്ല അവര്. അപ്പൊ എനിക്ക് തോന്നുന്നു മുംബൈ കുറച്ചുകൂടെ ബെറ്റർ ടീം ആയിട്ടുണ്ട്. ബുംറ കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബൗളിങ്ങിനെ പറ്റി മാറും. സ്റ്റിൽ കിടിലൻ ടീം എന്ന് പറയുന്നില്ല, ബെറ്റർ ആണ്. കാരണം ബാറ്റിംഗ് ഓൾക്ക് അവർ ഓൾറെഡി ഉണ്ടല്ലോ, നല്ലൊരു കോർ ഉണ്ട്. ആകെ നെഗറ്റീവ് ആയിട്ട് വരുന്ന റോബിൻ ബിൻസിന്റെ ഒരു ഇൻക്ലൂഷൻ മാത്രം. അതർവൈസ് നല്ല കിടിലൻ ഇന്ത്യൻ സ്ക്വാഡ് എന്ന് തന്നെ പറയാം. അതിന്റെ കൂടെ റിയാൻ റിക്കൽട്ടനും വിൽ ജാക്സൺ ഒരു ഫോം ആയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ടീം. സഞ്ജയ്, KKRന്റെ ഒമ്പതാമത് ബാറ്റിംഗിന് ഇറങ്ങുന്നത് രമൺദീപ് സിംഗ് ആണ്.
അത്രയും ബാറ്റേഴ്സ് അവർക്കുണ്ട്. 9ാമത്തെ ബാറ്റിങ്ങിന് ഇറങ്ങുന്നത് രമൺദീപ് സിംഗ് ആണ്. രമൺദീപ് സിംഗ് ഒരു പ്രൂവൻ ഫിനിഷറാണ്. പുള്ളി പോലും ഇന്ന് സ്ട്രഗിൾ ചെയ്തു. എല്ലാവരും സ്ട്രഗിൾ ചെയ്തു. ഒരു നരേൻ അല്ലെങ്കിൽ ഒരു QDK മാത്രമല്ല, എല്ലാവരും സ്ട്രഗിൾ ചെയ്തു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ. KKR ലൈനപ്പില് അജിൻക്യ രഹാനെ കുറച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി, പുള്ളിക്കും ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. മുംബൈയുടെ ഒരു മേൽക്കോയ്മ ഇന്ന് ബോൾ ചെയ്ത എല്ലാവരും വിക്കറ്റ് എടുത്തു. ഒരു T20 മാച്ചിൽ അങ്ങനെ ബോൾ ചെയ്യുമ്പോൾ എല്ലാവരും വിക്കറ്റ് എടുക്കുന്നത് വളരെ കുറവാണ്. അതും ഒരാള് 4 വിക്കറ്റ് എടുത്തിട്ടും ബാക്കിയുള്ള എല്ലാ ബോളേഴ്സും ഓരോ വിക്കറ്റ് വീതം എടുത്തു. അതിൽ സാൻഡറൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും റൺസ് വിട്ടുകൊടുക്കുന്ന പോലും ഇല്ല. പുള്ളി പൊതുവെ വിക്കറ്റ് എടുക്കാത്ത ഒരാളാണ്, പക്ഷെ റൺസ് വിട്ടുകൊടുക്കുന്നതിന് ഭയങ്കര പിശ് കാണിക്കുന്ന ഒരാളാണ്. 116 റൺസിന് ഓൾ ഔട്ട് ചെയ്യുക, അതും 16 ഓവറിൽ, പ്യുവർ ഡോമിനൻസ്. എന്താണ് ഇന്നലെ മുംബൈയുടെ ബോളിംഗ്, നമ്മളെല്ലാവരും വിമർശിച്ച മുംബൈയുടെ ബോളിംഗ് പെർഫോമൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ റിവ്യൂലൊക്കെ പറഞ്ഞ ഒരു പ്ലെയർ ആണ് അശ്വിനി കുമാർ. നമ്മൾ സംസാരിച്ച പോലെ തന്നെ അശ്വിനി കുമാറിന്റെ ഒരു ഇൻക്ലൂഷൻ, ഞാൻ ആദ്യത്തെ മാച്ചിൽ ഞാൻ സർപ്രൈസ്ഡ് ആണ് ചെയ്തത്. എങ്ങനെ അശ്വിനി കുമാർ വരാതിരുന്നു? അന്ന് പോലും, അന്നത്തെ റിവ്യൂല് പോലും ഷിഹാബ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർ എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു ചാൻസ് എടുത്തതായിരിക്കും ആ രാജുമോനെ ഇറക്കിയതൊക്കെ. ബട്ട് ഇന്നും എനിക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം മുന്നേ ഞാൻ ഒരുപാട് പേര് കേട്ടു അശ്വിനി കുമാറിന്റെ ഇൻക്ലൂഷനും 11 വരുമെന്നൊക്കെ ഇൻക്ലൂഷനും കേട്ടതും ഞാൻ വീഡിയോ കാണുകയും കുറച്ച് മാച്ച് സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തപ്പോഴും അശ്വിനി കുമാർ ലെഫ്റ്റ് ആം പേസറാണ്, കുറച്ച് നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. 2 കളി അവർ തോക്കുകയും ചെയ്തു. ചിലപ്പോ സിറ്റുവേഷൻ മാറിയേക്കാം. ബോൾട്ടും ദീപകിന്റെ ആ 2 വിക്കറ്റ് തന്നെയാണ് അശ്വിനി കുമാറിന് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആവുന്നത്. ഇപ്പൊ നരേനൊക്കെ വന്നിരുന്നെങ്കിൽ പോലും ചിലപ്പം എനിക്ക് തോന്നുന്നു അശ്വിനി കുമാർ കുറച്ച് എക്സ്പോസ്ഡ് ആയതിനെ തോന്നുന്നു. ഫസ്റ്റ് വരുന്ന ഒരു പ്ലേയേഴ്സ് എന്തായാലും ഒന്നൊന്ന് ജസ്റ്റ് ബാക്ക് ഫുട്ട് ആവുമായിരുന്നു. കാരണം ആ 2 വിക്കറ്റ് നരേൻ വിക്കറ്റ് ആവണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം നരേന്റെ വിക്കറ്റ് ഷിഹാബ് പറഞ്ഞ പോലെ തന്നെ ഒരു ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പ്ലെയർ ആണ്. ഓപ്പണിംഗ് ഇറങ്ങുന്നതിന് ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓപ്പണേഴ്സിന്റെ ഒരു സ്ഥാനം തന്നെ കംപ്ലീറ്റ്ലി പോവാണ്. വെറുതെ പവർ അവരുടെ പ്ലേയിൽ ടീമിന് മാത്രം സ്കോർ ഇമ്പാക്ട്. ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ലേ? പവർ പ്ലേ അതെ, മാത്രമല്ല, തന്റെ വളരെ കുറഞ്ഞ എബിലിറ്റിയിൽ നിന്ന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത്, അങ്ങനെ തന്നെ പറയണം. അല്ലാതെ അയാൾക്ക് ആസ് എ ബാറ്റർ ക്വാളിറ്റീസ് വളരെ കുറഞ്ഞ മാത്രമേ ഉള്ളൂ. ബാക്കി നെഗറ്റീവ്സ് ആണ് ഫുൾ പറയാനുള്ളത്. അയാളുടെ നെഗറ്റീവ്സിലോട്ട് ബോൾ എടുത്തു കഴിഞ്ഞാൽ ആൾക്ക് സ്കോർ ചെയ്യാനും പറ്റില്ല, അയാൾ പെട്ടെന്ന് വീഴ്ത്തും ചെയ്യാം. പല ടീമുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ കഴിഞ്ഞ അത് ചെയ്യാൻ വർഷം പറ്റും. നല്ല രീതിയിൽ അവരെ മുന്നോട്ട് നയിച്ചു തന്നെ സോൾട്ടും നരേനും തമ്മിലുള്ള ആ ഓപ്പണിംഗ് അയാൾ സ്കോർ പാർട്ട്ണർഷിപ്പ്. ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ IPL അയാൾ അത്രയും പെർഫോം ചെയ്ത് ഇനി IPL തിരിച്ചു വന്ന് ഈ ഇടക്ക് കുറെ ടൂർണമെന്റ് കളിച്ച് അയാൾ ആവറേജ് 10നോ 15നോ താഴെ വരുന്നത്. പരാജയമായിരുന്നു. അതിനിടയിൽ ഒറ്റ 40+ സ്കോർ ഇല്ല, 40+ സ്കോർ ഇല്ല. ഈ IPL 42 44 നേടി സെക്കൻഡ് മാച്ചിൽ. അതാണ് അയാളുടെ ഫസ്റ്റ് 40+ സ്കോർ സിൻസ് 2024 IPL. അതിന്റെ ഇടക്ക് ആൾ സ്കോർ ചെയ്യുന്നില്ല. അയാളെ പുറത്താക്കാൻ പറ്റും, വെറുതെ ബോളേഴ്സ് കറക്റ്റ് ബാറ്റിലോട്ട് ഇട്ട് അല്ല, കൊടുക്കുകയാണ്. നമ്മുടെ IPL ബോളേഴ്സിന്റെ ക്യാപ്റ്റൻസിന്റെ ഒക്കെ ഒരു പോരായ്മയാണത്. അതെ അതെ. ബട്ട് ഇപ്പൊ അത് നല്ല രീതിക്ക് റിക്കവർ ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻസ് ഉണ്ട്. പ്ലാൻസ് അനുസരിച്ച് ബോളേഴ്സ് അവരുടെ ടീമിലുണ്ട്. ഈ വട്ടത്തെ ടീമിൽ ആൾമോസ്റ്റ് എല്ലാ ടീമുകളും, ചെന്നൈയുടെ കാര്യം വിടാം, ബാക്കി ടീമുകളിലെല്ലാം അവരുടെ റിസോഴ്സസ് നല്ല രീതിക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട്. റെഡിയാക്കിയിട്ടുള്ള ടീം യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് യൂസ് ചെയ്ത ഉള്ള ഒരു സ്ക്വാഡാണ് എല്ലാ ടീമുകളും എടുത്തേക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ ബോളിംഗ് എല്ലാവരും പറയത്തൊക്കെ, സാന്റ്നർ വിക്കറ്റ് എടുക്കുന്ന മാത്രമല്ല, നമ്മൾ സാധാരണ അവരെ പ്രഷർ ചെയ്ത് തന്നെയാണ്. അവർക്ക് ബൗണ്ടറി വന്നാലേ, കൊൽക്കത്തയ്ക്ക് ബൗണ്ടറി വന്നാലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് തിരിച്ച് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് അവര് അടിച്ചു കളിക്കാൻ നോക്കുകയാണ്. നല്ല രീതിക്ക് പ്രോപ്പർ ഫീൽഡ് പ്ലേസ്മെന്റ്. ഹാർദിക്ക് കംബാക്ക് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി അത് അറിയാൻ പറ്റുന്നുണ്ട് ഫീൽഡിൽ. കഴിഞ്ഞ കളി അതെ. തോറ്റപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ പറയും ഹാർദിക്ക് ഒരു ഭൂരിഭാഗം പേർക്കും ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ പുള്ളിയുടെ ക്യാപ്റ്റൻസി ആയാലും പുള്ളിയുടെ ഗെയിം അവയർനെസ് ആയാലും ഒരു വല്ലാത്തൊരു, പുള്ളി നല്ലൊരു ടീം പ്ലെയർ ആണ്. ഗില്ലിനേക്കാളും ബെറ്റർ ആണ്. ഇന്ത്യ അതെ, അയാളെ അതെ. വീണ്ടും പിന്നോട്ട് ഇതാക്കിക്കൊണ്ട് ക്യാപ്റ്റൻസി പ്ലാനിന്ന് സൂര്യകുമാർ വന്നോ തോന്നുന്നു ഇന്ത്യയുടെ പ്ലാൻ. ഇന്നത്തെ മുംബൈയുടെ ബാറ്റിംഗിൽ റിയാൻ റിക്കൽട്ടന്റെ ബാറ്റിംഗ് നല്ല രസമാണ് കാണാൻ. നല്ല ഡ്രൈവുകള്, നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ബാറ്റിംഗ് കാണാൻ. സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ത്യൻ പിച്ചിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കിടിലൻ ഷോട്ട്. ഈവൻ ചെന്നൈക്കെതിരെ അല്ല, നല്ല സ്റ്റാർട്ട് കിട്ടിയിരുന്നു തോന്നുന്നു, പിന്നെയാണ് വിക്കറ്റ് പോയത്. അത് കലീലിന്റെ പെർഫോമൻസ് ആണ്. അത് നമുക്ക് സംസാരിക്കാനുള്ള സമയം എനിക്ക് തോന്നുന്നത്. അത് ഇപ്പം റിക്കൽട്ടന് കുഴപ്പമില്ലാത്തൊരു പിച്ച് കിട്ടി കഴിഞ്ഞാൽ പുള്ളി നല്ല രീതിയിൽ കളിക്കും. സ്റ്റാർക്കിന്റെ അഭാവം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ലീഡ് പേസർ എന്നുള്ളൊരു, അവരെ ബാക്കിയുള്ള ബോളേഴ്സിന് പോലും ഒരു ഇതിന്റെ കുറവ് കാണുന്നില്ലേ? ഹർഷിത് റാണ ആയാലും ഇനിയിപ്പോ വൈഭവ് ആയാലും, വൈഭവ് ലാസ്റ്റ് മാച്ചിൽ എറിഞ്ഞ നല്ല രീതിയിൽ, പക്ഷെ അവർക്ക് ഒരു പവർ പ്ലേ വിക്കറ്റ് മാത്രമല്ല, സ്റ്റാർക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 ബോളേഴ്സിനും നല്ല ഗുണമായിരിക്കും. അവർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യല്ലോ, ഗ്രൗണ്ടിൽ ഷെയർ ചെയ്യാന്നുള്ളത്, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, ലീഡ് ചെയ്യാന്നുള്ളത് വലിയ കാര്യമാണ്. ഈ സ്പെൻസറിനെ കൊണ്ടൊന്നും അത് ലീഡ് ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം അവർക്ക് നല്ല രീതിക്ക് യൂസ് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റാർക്കിനെ കൊണ്ട് നല്ല രീതിക്ക്, എനിക്ക് തോന്നുന്നു ഹർഷിതൊക്കെ പൊങ്ങി വന്നത് പോലും എനിക്ക് തോന്നുന്നു സ്റ്റാർക്കിന്റെ ഇൻക്ലൂഷൻ കൊണ്ടാണ്. വൈഭവ് അതുപോലെ തന്നെയാണ് പെർഫോം ചെയ്തതും. സ്റ്റാർക്ക് ഇല്ലെങ്കിൽ ഹർഷിത് ഉണ്ടാവുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല.
സ്റ്റാർക്കിന് തോന്നുന്നില്ല. അടി കൊണ്ടിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. സ്റ്റാർക്ക് പ്ലേ ഓഫിൽ മാത്രം അല്ലെങ്കിൽ ഗ്രൂപ്പ് റൗണ്ടിൽ 1-2 മത്സരത്തിൽ മാത്രമേ ഫോം ആയിട്ടുള്ളൂ. പക്ഷെ അയാളുടെ ആ ഗ്രൗണ്ടിലെ പ്രസൻസ് നല്ല രീതിയിൽ ഹർഷിത് അല്ലെങ്കിൽ ബാക്കി പേഴ്സേഴ്സിനൊക്കെ ഉപയോഗമായിട്ടുണ്ടെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തോടെ മുംബൈ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഒരു IPL-ലെ ഒരു ഓപ്പണിനെതിരെ ഒരു വെന്യൂല് വെച്ച് ഏറ്റവും കൂടുതൽ വിൻ. 10 വിജയത്തോടെ മുംബൈ കൊൽക്കത്തയ്ക്കെതിരെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ 10 വിജയമാണുള്ളത്. അത് ഒരു ടീമിനെതിരെ ഒരു സ്റ്റേഡിയത്തിൽ ഉള്ള ഏറ്റവും ഹയസ്റ്റ് വിൻ ആണ്. വേറൊരു റെക്കോർഡും കൂടി മുംബൈക്കുണ്ട്. അത് ഓൾറെഡി അവർക്ക് 23 വിൻ ഉണ്ടായിരുന്നു. ഇത് 24 വിന്നായി വേഴ്സസ് KKR. അത് ഒരു ടീമിനെതിരെ IPL-ലെ ഒരു ടീം നേടുന്ന ഹെഡ് ടു ഹെഡ് വിജയമാണ്. മോസ്റ്റ് നമ്പർ ഓഫ് വിൻസ് ആണ് 24 എന്ന് പറയുന്നത്. കൊൽക്കത്ത ഓൾറെഡി മുംബൈയുടെ ചെണ്ടകളാണ്. ലാസ്റ്റ് 1-2 സീസണിൽ 2-3 വിജയം നേടിയിട്ടുണ്ട്. അതിന് മുന്നേ 6 വിജയങ്ങൾ എങ്ങനെയാണ് നേടിയിരുന്നത്. 21-6 അങ്ങനെ എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. സ്കോഡിൽ എടുത്ത പ്ലേയേഴ്സ് കറക്റ്റ് ആയിട്ട് അവൈലബിൾ ആയി കഴിഞ്ഞാൽ നല്ലൊരു 11 ഉണ്ടാക്കാൻ പറ്റിയ ടീമാണ് മുംബൈ. പക്ഷെ അവർക്ക് അത് പറ്റിയിരുന്നില്ല. കാരണം ഹർദിക്കിന്റെ ഫസ്റ്റ് മാച്ചിലത് അഭാവം, 2-3-4 മത്സരങ്ങളിൽ ബുംറയുടെ അഭാവം, സെക്കൻഡ് ഇന്ത്യൻ പേസറെ കണ്ടെത്താനുള്ള ഒരു സമയം, പിന്നെ നല്ല സ്പിന്നർ. അതർവൈസ് ഇത് കറക്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് ഒരു 11 ആയി കഴിഞ്ഞാൽ ഒരു നല്ല പെർഫെക്റ്റ് T20 ടീമായിട്ട് മുംബൈ മാറും. പക്ഷെ അത് എത്ര സമയം എടുക്കുന്നുള്ളത് നോക്കണം. ഇപ്പൊ ജയിച്ചെങ്കിൽ പോലും നല്ലൊരു പേസർ അഭാവം ഉണ്ട്. ബുംറ തിരിച്ചു വന്നാൽ അത് മാറ്റി കിട്ടും. ബുംറ തിരിച്ചു വരും, ഏപ്രിലില് വരും എന്നാണ് തോന്നുന്നത്. 3 മത്സരമാണെന്ന് തോന്നുന്നു. 3-4 എന്തോ മത്സരമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. വന്നു കഴിഞ്ഞാൽ അവരുടെ ടീം ഒരുവിധം സെറ്റായി. പിന്നെ സ്പിന്നിങ് ഓപ്ഷൻ മാത്രമാണ് പിന്നെ ഉള്ളത്. സാൻഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വിഘ്നേഷ് പുത്തൂർ ഇന്ന് 2 ഓവറിൽ 21 റൺസ് കൊടുത്തു. എങ്ങനെയായിരുന്നു ബോളിംഗ് പെർഫോമൻസ് എന്നിട്ട് പുള്ളിയുടെ? ആദ്യത്തെ ഓവറിൽ അയാൾക്ക് അടി കിട്ടി. രണ്ടാമത്തെ ഓവറിൽ സ്റ്റാർട്ടിംഗ് തന്നെ രമൺദീപ് 4 അടിച്ചെങ്കിൽ പോലും വിക്കറ്റ് എടുത്ത്, തൊട്ടടുത്ത പന്തിൽ വിക്കറ്റ് എടുത്ത്. അത് വാങ്കഡല്ലേ, വാങ്കഡയിൽ അയാൾക്ക് ചെയ്യുന്ന ലിമിറ്റ്സ് ഉണ്ട്. അയാളുടെ സ്ലോ, നമ്മൾ പറഞ്ഞ ഇഷ്യൂ തന്നെ, സ്ലോ പിച്ച് അല്ലെങ്കിൽ അയാൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. സ്റ്റിൽ വിക്കറ്റ് എടുത്തത് റീഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ ഇപ്പൊ ലെഫ്റ്റ് ആം ചൈനാമൻ സ്പിന്നേഴ്സ് എത്ര ആരപ്പ സർവൈവ് ചെയ്തിട്ടുള്ളത്. വളരെ ചുരുക്കം, വിരലിൽ എണ്ണാൻ പോകാൻ പറ്റുന്ന ആൾക്കാരില്ല. പിന്നെ ആരാ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ആരുള്ളത്? ആദ്യം വരുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ഏതോ, അയാൾ ഫേമസ് പോലല്ല. പിന്നെ അതിന്റെ ഇടക്ക് വേറെ അസ്തബലി ശംസി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫേമസ് ആവും മാറുന്നത് കുൽദീപ് യാദവ്. ഇപ്പൊ IPL ഉള്ളതുകൊണ്ട് വിഘ്നേഷ് ഫേമസ് ആയി. IPL ഉണ്ടെങ്കിൽ അവന് ഫേമസ് ആവില്ല. ബ്രാഡ് ഹോഗ് വന്നിരുന്നു, ആള് നൈസ് ആയിരുന്നു കേട്ടോ. കുറച്ച് കാലം കളിച്ചു, IPL ആയാലും ഇന്റർനാഷണൽ ആയാലും. ശിഹാബ്, രോഹിത് ശർമ്മ ഇപ്പൊ കളിക്കുന്നത് മുംബൈയുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ്. എന്താണ് രോഹിത് ശർമ്മയുടെ ഇമ്പാക്ടിനെ കുറിച്ച് പറയാനുള്ളത്? രോഹിത് ശർമ്മ കൺസിസ്റ്റന്റ് ആയിട്ടാണ് ഇമ്പാക്ട് മുംബൈക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ അയാൾ ഡെക്കായതിന് പകരമായിട്ട് വിമർശിച്ചപ്പോ രണ്ടാം മത്സരത്തിൽ 2 ഫോറുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോറുകൾ മാത്രം പോരാന്ന് പറഞ്ഞപ്പോൾ 3-ാം മത്സരത്തിൽ 6 കൊടുത്തിട്ടാണ് ആള് വിമർശകർക്ക് വായടപ്പിക്കുന്നത്. എന്തായാലും ആളുടെ റൺസുകൾ ഇമ്പാക്ട് തന്നെയാണ്. ആൾ കുറച്ച് സമയമല്ലേ മുംബൈക്ക് വേണ്ടി നിൽക്കുന്നുള്ളൂ. കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞത് മുംബൈക്ക് ഉപദ്രവമായിട്ട് മാറും. എന്തായാലും ആൾ ഉപകാരം തന്നെ ചെയ്യുന്നത്. ബാക്കി ബാറ്റേഴ്സിന് ഒരു എക്സ്പീരിയൻസ് ആവുന്ന രീതിയിലാണ്. ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ എത്ര 7 സീസണുകളായി അയാൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കും. 400 വന്നത് 30+ ആവറേജ് സെഞ്ചുറി ഉള്ളതുകൊണ്ട്. അതെ, അല്ലെങ്കിൽ അതുണ്ടാവില്ല. പിന്നെ അത് ഉണ്ടെന്ന് കരുതാം. 6 സീസണുകളിൽ അങ്ങനെ ആൾ കണ്ടിന്യൂസ് ആയിട്ട് 30+ ആവറേജ് കണ്ടെത്താൻ പരാജയപ്പെട്ട് 2 തവണയാണ് തോന്നുന്നത്, 1-2 തവണ 130+ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്നു. ഈവൻ പരാജയപ്പെടുന്ന കോഹ്ലിക്ക് പോലും അതിനേക്കാൾ ബെറ്റർ സ്റ്റാറ്റ്സ് തോന്നുന്നു. ടെസ്റ്റ് കളിക്കുന്നു എന്ന് പറയുന്നത്. ഈ 14 മത്സരങ്ങളിൽ 2 മത്സരത്തിലൊക്കെ മാത്രം ഫോം ആവുന്ന ഒരു പ്ലെയറെ ആവശ്യമുണ്ടോ ടീമിന്? ചില ടീമുകളൊക്കെ അത് മോശം ഫോമിലാണ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് IPL. വിൽ ജാക്സും ഓപ്പൺ ചെയ്യുന്നതാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അല്ല, വൺ ഡൗൺ തന്നെയാണ് ബെറ്റർ സ്റ്റാറ്റ്സ്. ഞാനൊരു സ്റ്റാറ്റ് കണ്ടു, പറഞ്ഞുതരാം. 2017 മുതൽ ഉള്ള IPL സ്റ്റാറ്റ്സ് ഉണ്ട്. 2017 അടക്കമുള്ള IPL സ്റ്റാറ്റ്സ്. അവിടെ 23 ബാറ്റേഴ്സ് ആണ് 2000 റൺസ് സ്കോർ ചെയ്തത്. ഏറ്റവും ആവറേജ് കുറവുള്ള ബാറ്റർ രോഹിത് ശർമ്മയാണ്. സ്ട്രൈക്ക് റേറ്റിൽ ഏറ്റവും പിന്നിന്ന് നോക്കുകയാണെങ്കിൽ 4ാമത്. അത് 20ാമതാണ് അയാൾ 23 പ്ലേയേഴ്സിലെ സ്ഥാനം സ്ട്രൈക്ക് റേറ്റിൽ. മോശം ആവറേജ് എടുക്കുകയാണെങ്കിൽ 1ാമത്. ഏറ്റവും കുറവ് ആവറേജ് വരുന്നത് 24 ആവറേജ്. 117 ഇന്നിംഗ്സ് കളിച്ചിട്ട് ആകെ നേടിയിട്ടുള്ള 2775 റൺസ്. സ്ട്രൈക്ക് റേറ്റ് കറക്റ്റ് 130. ആകെ ഒരു സെഞ്ചുറി 14-50. 15 ഇന്നിംഗ്സിലാണ് 50+ നേടിയിട്ടുള്ളത്. ബാക്കി 100-ലേറെ ഇന്നിംഗ്സ് അണ്ടർ 50. ഈ 102 ഇന്നിംഗ്സിൽ മിനിമം 35ന്റെ മുകളിൽ അല്ലെങ്കിൽ 40ന്റെ മുകളിൽ സിംഗിൾ ഹീറ്റ് ആയിരുന്നു. ഒരു 60 ഇന്നിംഗ്സിന്റെ മുകളിൽ 20ന്റെ ഉള്ളിലായിരിക്കും സ്കോർ. അതായത് പകുതി ഇന്നിംഗ്സും 20ന്റെ ഉള്ളിലാണ് ആൾ സ്കോർ വന്നിട്ടുള്ളത്. അല്ല, പുള്ളിയെ കുറിച്ച് നമുക്ക് IPL ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഇന്നിംഗ്സുകളൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പുള്ളിക്ക് IPL ഒന്നും ഇന്നിംഗ്സുകളുണ്ട്. ചില CSKക്കെതിരെയുള്ള ഫൈനല് അല്ലെങ്കിൽ സെഞ്ചുറി ഇന്നിംഗ്സുകളൊക്കെ ഉണ്ട്. സീസണുകളിൽ പറഞ്ഞു വെക്കാനായിട്ടുള്ള ഒരു കളിയൊന്നും രോഹിത് ശർമ്മ IPL അങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടോ? ത്രൂ ദ സീസൺ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നില്ല. അതാണ് മെയിൻ ഇഷ്യൂ. ശ്രദ്ധിക്കുന്നില്ല, അത്രയും ഓർത്ത് വെക്കാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എല്ലാവരും ഓർത്ത് വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൺസിസ്റ്റന്റ് ആണ്, ഇൻകൺസിസ്റ്റൻസിയിൽ ഫോം ഔട്ടിന്റെ കാര്യത്തിൽ. സൂര്യകുമാർ യാദവ് ഇന്നൊരു റെക്കോർഡ് നേടി. അത് T20 ഫോർമാറ്റില്
8,000 റൺസ് തികയ്ക്കുന്ന 5ാമത്തെ ഇന്ത്യൻ ബാറ്റർ. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, സുരേഷ് റൈന, പിന്നെ സൂര്യകുമാർ യാദവ് 8,000 റൺസ്. പുള്ളി ഇന്ന് സ്കോർ ചെയ്തിരിക്കുന്ന രീതി ഒരു ടിപ്പിക്കൽ സൂര്യകുമാർ യാദവ് രീതിയിൽ തന്നെയായിരുന്നു. കാരണം നമുക്കറിയാം ആദ്യം തന്നെ പുള്ളി ബാക്കിലോട്ട് സ്കോർ ചെയ്യുക, ഫൈനൽ ഡീപ് ഫൈനലിലേക്ക് സിക്സ് അടിക്കുക, ഇതൊക്കെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഇംഗ്ലണ്ട് സീരീസിലും സൗത്ത് ആഫ്രിക്ക സീരീസിലൊക്കെ നമ്മൾ കണ്ടത് പുള്ളി ആ ഒരു ഷോട്ട്, പുള്ളിയുടെ ഏറ്റവും അവരുടെ വെപ്പൺ ആയിട്ടുള്ള ഒരു ഷോട്ട് കളിച്ച് പുള്ളി ഔട്ട് ആവുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട് ആവുന്നു, അവിടെ ഫീൽഡറിനെ സെറ്റ് ചെയ്യുന്നു, കറക്റ്റ് ആ ഫീൽഡറിന് ക്യാച്ച് കൊടുത്ത് പോകുന്നു. പക്ഷെ ഇന്ന് പുള്ളി കളിച്ച ഓരോ ഷോട്ടും നമുക്ക് ആ ഒരു സൂര്യകുമാർ യാദവിന്റെ ആ ഒരു അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റി. കുറച്ച് പന്തുകളെ നേടിയിട്ടുള്ളൂ, പക്ഷെ ആ കളിച്ച പന്തുകളൊക്കെ ഒരു എന്റർടൈൻമെന്റ് വന്നു. മാത്രമല്ല 12 ഓവറിൽ മുംബൈക്ക് വിജയിക്കാൻ സഹായിച്ചത് റയാൻ റിക്കൾട്ടൻ അത്രയും ഒരു സപ്പോർട്ട് കൊടുത്തതും ആ കറക്റ്റ് സമയത്ത് റോബിൻ ബിൻസിനെയൊക്കെ വിടുന്നതിന് പകരം സൂര്യകുമാർ വന്ന് കളിച്ച് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്ത് 12 ഓവർ ഫിനിഷ് ചെയ്തത് കൊണ്ട് തന്നെ മുംബൈക്ക് ഏറ്റവും ബാക്കിൽ നിന്ന് അവർക്ക് ഈ മാച്ചിന് മുന്നേ -1.16 ആയിരുന്നു അവരുടെ നെറ്റ് റൺ റേറ്റ്. ഇപ്പൊ അവര് 6ാമത്തെ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഭാവിയിൽ അവരെ ഹെൽപ്പ് ചെയ്തേക്കാം. 12 ഓവറിൽ വിൻ ചെയ്യുക, എതിരാളിയെ 16 ഓവറിൽ ഔട്ട് ആക്കുക എന്ന് പറയുന്നത് ഈ ഒറ്റ മാച്ചോട് കൂടി ആ നെറ്റ് റൺ റേറ്റിൽ കാര്യമായിട്ട് അവർക്ക് ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് അതൊരു ഹെൽപ്പ് ആയേക്കാം. ഈ ഒരു സമയത്താണ് എനിക്ക് കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് ചോദിക്കാനുള്ളത്. സിറ്റുവേഷൻ എല്ലാം സിമിലർ ആണെന്ന് വിചാരിക്കാം. ഞാൻ CSK എന്നുള്ള ടീമിനെ ഡീഗ്രേഡ് ചെയ്യല്ല, പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് വ്യൂസിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്. 106 റൺസിന് അല്ലെങ്കിൽ 116 റൺസിന് കൊൽക്കത്തയെ CSK ഔട്ട് ആക്കുകയാണ്, ഒരു 16 ഓവറിനുള്ളിൽ ഓൾ ഔട്ട് ആക്കുകയാണ്. ഈ 116 റൺസ് ചേസ് ചെയ്യാൻ വേണ്ടി എന്റെ ഒപ്പീനിയനിൽ CSK മിനിമം 18 ഓവറെങ്കിലും കളിക്കും. ചിലപ്പോൾ CSK മത്സരം പരാജയപ്പെടും. കാരണം 116 റൺസ് ചേസ് ചെയ്യണമല്ലോ. അപ്പോ അവര് പവർ പ്ലേയില് വിക്കറ്റ് പോകാതിരിക്കാൻ വേണ്ടി 6 ഓവറിൽ 20 റൺസ് സ്കോർ ചെയ്യും. മിഡിൽ ഓവേഴ്സിന് വിക്കറ്റ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഓവറിലോട്ട് മാറ്റി വെക്കാം. ലാസ്റ്റ് 2 ഓവറിൽ 40 റൺസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കാണികൾക്ക് ഒരു രസമായിരിക്കും എന്നുള്ള രീതിക്ക് ആക്കി വെക്കും. 18 ഓവറിൽ 76 റൺസ് ഒക്കെ നേടിയിട്ട്. അതാണ് ഇപ്പോഴത്തെ അവരുടെ കറന്റ് ഇന്റന്റ് അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് എന്ന് തോന്നുന്നു. 184 എന്നുള്ളൊരു ചേസ് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തില് പിച്ച് കുറച്ച് സ്ലോ ആണെന്നുള്ളത് RR ഇന്നിങ്സിൽ വ്യക്തമായിരുന്നു, ക്ലിയർ കട്ടായിരുന്നു. അങ്ങനെ ഒരു ഇന്നിങ്സിൽ അടി കൊണ്ട് പതറി നിൽക്കുന്ന ഒരു ജോഫ്ര ആർച്ചർ ബോൾ ചെയ്യാൻ വരുമ്പോൾ, അതായത് 100 റൺസിന്റെ മുകളിൽ 2 കളി കൊണ്ട് 100 റൺസിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ആർച്ചർ. ആ ആർച്ചറിനെതിരെ പവർ പ്ലേയിൽ മെയ്ഡൻ ആക്കി ഓവർ, അടുത്ത ഓവറിൽ 1 റൺസ് കൊടുക്കുക, 3 ഓവറിൽ സ്കോർ ചെയ്യുന്നത് 5 റൺസ്. ഈ പവർ പ്ലേ എന്നുള്ള എനിക്ക് തോന്നുന്നത് ഈ ചെന്നൈ എന്നുള്ള ടീമിന് കറന്റ് അങ്ങനെ റൂളുള്ള കാര്യം അറിയില്ല തോന്നുന്നു. ഫീൽഡേഴ്സ് 2 ഫീൽഡേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബാറ്റേഴ്സിന് കാണുന്നുണ്ടാവും ചിലപ്പോൾ. ഇങ്ങനെ അവരുടെ വിചാരം ചിലപ്പോൾ 5 ഫീൽഡേഴ്സ് നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. എന്തിനാണ് പവർ പ്ലേ അവർ യൂസ് ചെയ്യുന്നത്? പിന്നെ ഈ ലാസ്റ്റ് 2 ഓവറിലോട്ടൊക്കെ കളി ഒരു മര്യാദ കൊടുക്കണ്ടേ പവർ പ്ലേ? പവർ പ്ലേ നല്ല മര്യാദ ഇല്ലത്, തീരെ മര്യാദ ഇല്ലാത്ത ബാറ്റിംഗ്. ഇവര് എന്ത് കണ്ടിട്ടാണ് കളിക്കുന്നത്? ഇവർക്ക് സ്കോർ ചെയ്യാൻ മിഡിൽ ഓർഡറിൽ ആരുള്ള ദൂബല്ലാതെ അറ്റാക്ക് ചെയ്യാൻ പറ്റും? ഒറ്റ പ്ലെയർ ഇല്ല. ഇനി പോട്ടെ, മിഡിൽ ഓർഡർ കഴിഞ്ഞു, ലോ ഓർഡറിൽ ആരുള്ള 1-2 സിക്സ് അടിക്കാൻ പറ്റിയ ധോണി മാത്രം. ജഡേജൊക്കെ ഇന്നലെ വന്ന് ആ ഋതുരാജിനെ പ്രഷറാക്കിയത് കാണണം. 5 ഓവറിൽ 61, 6 ഓവറിൽ 73 റൺ അയക്കാനുള്ള സമയത്ത് ഒരു മീഡിയോക്കോർ സ്പിന്നർ മാത്രമാണ് ഹസരംഗ IPL. ആ ഹസരംഗ ബോൾ വരുമ്പോൾ ഇയാൾക്ക് സ്ട്രൈക്ക് കൈമാറണം ഋതുരാജിന്, കാരണം ഋതുരാജിന് നല്ല സ്പിന്നെ ഹിറ്റ് ചെയ്യാൻ പറ്റും. ഇവൻ കിടന്ന് അവിടെ കിടന്ന് തുഴയ ജഡേജ 2 പന്ത് ഡോട്ട് ആക്കിയിട്ട് 3ാമത്തെ ഓവർ സിംഗിൾ കൊടുക്കുന്നത്. ഋതുരാജ് അടുത്ത 3 പന്തുകൾ അല്ലെങ്കിൽ 2 സിക്സർ അടിക്കേണ്ട നിർബന്ധിതനാവാണ്. ഒരു സിക്സ് അടിക്കുന്ന അടുത്ത 6 അടിക്കാൻ നോക്കി ഔട്ട് ആവുന്നത്. ആ കളി കയ്യിൽ പോകുന്നതാ പറയാം. കാരണം ബാക്കി നമുക്ക് അറിയാം, ധോണി കൊണ്ടും ഓട്ടനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൊടുക്കുന്നതല്ല. ധോണി പ്രേമിലേ അല്ല. ധോണി 2 3 സിക്സ് അടിച്ചൊന്നും മത്സരം വിജയിക്കാൻ മുന്നിലായിരുന്നു. ഇപ്പൊ 2022 ശേഷം IPL ധോണി ഇത്ര സിക്സ് അടിച്ച് വിജയിപ്പിച്ച ഒരു മത്സരങ്ങൾ ഇല്ലേനും. കാരണം അയാള് ചെന്നൈ വിജയിച്ച മത്സരങ്ങളിലൊക്കെ ലാസ്റ്റ് വെറുതെ ആരാധകർക്ക് വേണ്ടി ഇറങ്ങുന്നത് മാത്രം. അവിടെ ഒന്നും ധോണി കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ധോണി 2 ഓവറിൽ 40 നേടാൻ പോകുന്നില്ല. എവിടെ ചെന്നൈനെ നേടിയിട്ടില്ല. ആ ഒറ്റ പ്രാവശ്യം നേടിയിട്ടുള്ളത് ഈ 40ഒക്കെ മറ്റേ ആൽബി മോർക്കല് അടിച്ചിട്ട് ഒരു മത്സരം ഉണ്ടല്ലോ കോഹ്ലിനെ. ഇതല്ലാതെ ചെന്നൈക്ക് മത്സരമല്ല. 34 റൺസ് അങ്ങനെ ധോണി നേടിയിട്ടുണ്ട് ഒറ്റ തവണ ഈ 17 വർഷത്തെ ചരിത്രത്തിൽ. അപ്പൊ 2 ഓവറിലൊക്കെ 30 ആക്കുന്ന പരിപാടിയൊക്കെ നിർത്തുക, കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ പ്ലേയേഴ്സ്. അപ്പൊ സ്റ്റാർട്ടിങ് മുതലേ അപ്രോപ്രിയേറ്റ് ആയിട്ട് 10 റൺസ് പവർ പ്ലേയിൽ 1-2 ബൗണ്ടറി ആവറേജ്. രാജസ്ഥാൻ 14 ബൗണ്ടറി നേടി ഈ പവർ പ്ലേയിൽ മാത്രം. 6ഉം 4ഉം മാത്രം 66 റൺസ്. ചെന്നൈ മറ്റേ ബൽക്കെതിരെയുള്ള ചേസിൽ RCB ചേസിൽ 6 ഓവറിൽ 30 റൺസാണ് കിട്ടുന്നത്. 36 പന്ത്രണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവന്മാർക്ക് ഇപ്പോഴത്തെ ടീമേ ശരിയല്ല. ഈ ടീം വിളിച്ചെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ എന്തായിരുന്നോ ബാധ്യത, ആ ബാധ്യത മിഡിൽ ഓർഡേഴ്സിൽ 2-3 ഹിറ്റേഴ്സിന്റെ ഹിറ്റിംഗ് എബിലിറ്റി ഉള്ള നല്ല ബാറ്റേഴ്സിന്റെ അൺഅവൈലബിലിറ്റിയാണ്. അത് ആ വോയിഡ് എന്താണോ അത് ഫില്ല് ചെയ്യണം. അപ്പൊ അതിന് കുറച്ച് പ്ലേയേഴ്സിനെ കണ്ടെത്തുന്നുണ്ട്. 2 നല്ല സീമേഴ്സ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സീമേഴ്സിന്റെ പവർ പ്ലേ ചെയ്യാൻ പറ്റിയ സീമേഴ്സിന്റെ ചെന്നൈ കപ്പെടുത്ത 5 സീസണുകളിൽ നല്ല 2 ബോളേഴ്സ്, പേസ് ബോളേഴ്സ് എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ഏത് സീസൺ എടുത്ത് നോക്കിയാലും നല്ല ബോളിഞ്ചർ ആയാലും ലുങ്കി ഇങ്കിടി ആയാലും പിന്നെ മോഹിത് ശർമ്മ ഫോം ആയിരിക്കും. അങ്ങനെ നല്ല പേസേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഈ കപ്പ് എടുക്കാത്ത സീസണുകളിലൊന്നും അതിന്റെ ഒരു കഴിഞ്ഞ് 2018 ശേഷം നോക്കി കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി ബോളേഴ്സ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവും പേസേഴ്സ് ആയിട്ട്. കരീലിനെടുത്തു, പക്ഷെ കൂടാതെ ആരാ പന്തെറിയുന്ന അശ്വിൻ നിർബന്ധിതനാവുകയാണ്. അപ്പോ ഇങ്ങനെ ഈ 2-3 പ്രശ്നങ്ങൾ ഓൾറെഡി കണ്ടെത്തി ഓപ്ഷന് മുന്നേ തന്നെ. അപ്പൊ അത് ഫില്ല് ചെയ്യാൻ ഒരു ടീം നോക്കേണ്ടത്.
അത് ഫില്ല് ചെയ്യാൻ അപ്പൊ കുറച്ച് എമൗണ്ട് ഈ പറഞ്ഞ പ്ലേയേഴ്സിന് വേണ്ടി മാറ്റി വെക്കണം, കണ്ടെത്താൻ വേണ്ടിയിട്ട്. മാറ്റി വെക്കുന്നതിന് പകരം ഇവിടെ ഓപ്പണിംഗിൽ ഓൾറെഡി റീറ്റെയിൻ ചെയ്ത സ്ഥിതിക്ക് രജിൻ രവീന്ദ്രൻ എന്തിനാ ഡെവൺ കോമ എടുക്കണം 6.5 കോടിക്ക്? 100 എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നത്രേ. ഉണ്ടായിരുന്ന സ്ഥിതിക്ക് എന്തിനാണ് അശ്വിന് വേണ്ടി 10 കോടിക്ക് പോകുന്നത്? പേഴ്സേഴ്സിൽ ഈ മറ്റേ ഗുർപ്രീതും പിന്നെ അൻഷുൽ കമ്പോജ് ഈ രണ്ടുപേരെ എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേർക്കും ഇവിടെ 4 കോടി. അങ്ങനെ ഒരിക്കലും ഒരു ഇവർക്ക് വേണ്ടി 4 കോടിയുടെ അടുത്ത് പോകുന്നുണ്ട്. പിന്നെ സാംകറിനെ ഉപയോഗപ്പെടുത്താൻ ഒരു തരത്തിൽ നമ്മളെ ഇലവനെ തന്നെ പ്രശ്നമാക്കുന്ന രീതിയിലായിരിക്കും സാംകർ അങ്ങനെ പ്ലെയറിനെ എടുക്കേണ്ടി വരുന്നത്. ടോട്ടൽ 25 കോടിയുടെ മുകളിൽ ഈ പറഞ്ഞ 4-5 പ്ലേയേഴ്സിന് വേണ്ടി ചെലവാകുന്നു. ലാസ്റ്റ് ബാലൻസ് ഇല്ലാത്ത സമയത്ത് വിളിച്ചെടുക്കുന്നത്, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വിളിച്ചെടുക്കുന്നത് കുറച്ച് പ്ലേയേഴ്സിന് ചെയ്യുന്ന ഡ്യൂട്ടി. വിളിച്ചെടുക്കുന്ന പ്ലേയേഴ്സ് ആരാ? ലെജൻസ് ആയ വിജയ് ശങ്കർ, അൾട്രാ ലെജൻഡ് ആയിട്ടുള്ള ഹൂഡ, പിന്നെ ഫോമിന്റെ പീക്ക് എത്തി നിൽക്കുന്ന ത്രിപാഠി. ആളെ അന്യായ ഫോമിലാണ് വിളിച്ചെടുക്കുന്ന സമയത്ത് 3 പ്ലേയേഴ്സിനെ വിളിച്ചെടുക്കും. എന്താ ഇമാരും ബുദ്ധിയില്ലേ ഏറ്റവും ആൾക്കാരെ പോയിരിക്കുമ്പോ? 2018 ശേഷമുള്ള ഓപ്ഷൻ തന്നെ അബദ്ധമാണ്. ആ 3 തവണ കപ്പെടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ടീം. കാരണം വാട്സണും ധോണിയും പീക്ക് എത്തിയോണ്ട് മാത്രം കിട്ടിയതാണ് 18-19 ഫൈനലുകളും കപ്പും. പിന്നെ പൃഥ്വിരാജും ഫാഫും അത്രയും കിടിലം പെർഫോം ചെയ്ത്. അല്ലെങ്കിൽ ഈ പൃഥ്വിരാജ് അന്ന് പെർഫോം ചെയ്തില്ലെങ്കിൽ 2 കപ്പും കിട്ടൂല ചെന്നൈക്ക് 2021-23. പിന്നെ വാട്സന്റെ കാര്യം മറ്റേ സീസൺ. അപ്പൊ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. വിളിച്ചെടുക്കുന്നത് ഹൂഡനെയും ശങ്കറിനെയും ത്രിപാഠിയെ പോലുള്ള പ്ലേയേഴ്സ്. ബോധം വേണ്ടേ? ഈ പറഞ്ഞ പൈസ ചെലവാക്കിയോണ്ടാണ് 25 കോടിയൊക്കെ വെറുതെ കളഞ്ഞു. മാർക്കറ്റിൽ പ്ലേയേഴ്സ് അവൈലബിൾ അല്ലാതിരുന്നെങ്കിൽ ഓക്കെ, അവൈലബിൾ ആയിരുന്നു. നിഹാൽ വധേര നല്ല കിടിലൻ പ്ലെയറാ. മുംബൈ എന്തോ കാര്യത്തിന് റിലീസ് ചെയ്താൽ അറിയില്ല. അശുതോഷ് ശർമ്മ ഹിറ്റിംഗ്, എന്ത് ഹിറ്റിംഗ് അയാള്. നിതീഷ് റാണ, പ്രിയാൻഷ് ആര്യ, പഞ്ചാബിൽ കളിക്കുന്ന 4-5 പ്ലേയേഴ്സ് കേരളത്തിലുണ്ടായിരുന്നു, ശശാങ്ക് ഉപനല്ലാത്ത. അങ്ങനെ എല്ലാ ടീമിലും 1-3. വേറെ ശുഭൻ ഡൂബെ, എന്ത് കിടിലൻ ഹിറ്റിംഗ് അറിയാളൊക്കെ. ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഇന്ത്യൻസിന്റെ കാര്യം മാത്രമാണ്, ഫോറിനേഴ്സിനും ഹിറ്റേഴ്സ് അവിടെ ഉണ്ട്. ഇവരൊക്കെ അവൈലബിൾ ആകും, നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ലേലത്തിൽ സിമ്പിൾ ആയിട്ട് കളിയാക്കാവുന്നത്. ഇപ്പൊ നല്ല 2 ഇന്ത്യൻ ബാറ്റേഴ്സ് അവിടെ മിഡിൽ ഓർഡറിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കായിരുന്നു. പിന്നെ നല്ലൊരു ഓപ്പണറി കണ്ടെത്തിയ ത്രിപാഠി ഓപ്പണിംഗ് വന്നവിടെ തന്നെ നെഗറ്റീവായി എനർജി. ഇവനാണെങ്കിൽ ടെസ്റ്റ് മോഡിൽ കളിക്കുന്നത്. രജിൻ രവീന്ദ്ര വിക്കറ്റ് സേഫ് ആക്കാൻ ഒരറ്റത്ത്. വിക്കറ്റ് സേഫ് ആക്കിയോണ്ട് ടീം ചെറിയ സ്കോറിലെത്തുന്നല്ലാതെ ടീം വിജയിക്കില്ലല്ലോ. ടീമിന് വിജയിക്കാതെ കുറെ നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്തിയോണ്ട് എന്ത് കാര്യമുള്ളത്? പക്ക നെഗറ്റീവ് അപ്രോച്ച്. 2018 ശേഷമുള്ള CSK പല സീസണുകളിലും ബാറ്റിംഗ് അത്രയും മോശമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ബാറ്റിംഗ് പെർഫോം, 2 എക്സെപ്ഷണൽ പെർഫോമൻസ് വന്നാൽ കിരീടം നേടും. അത് ഒന്നില്ലെങ്കിൽ പോയി. ഇപ്പൊ ഏത് സീസൺ എടുത്ത് നോക്കിയാലും അമ്പാട്ടി റായിഡും ഷെയ്ൻ വാട്സനും അന്യായ പെർഫോമൻസ് 2018 പ്ലസ് ധോണി. 2018 കുറെ ബാറ്റേഴ്സ് ഉണ്ടായിരുന്നു. 21-ല് 23 ആയാലും 2 ബാറ്റേഴ്സ് ആരുമില്ല കൂട്ടിന്. ശിവൻ ദൂബി വന്നു ഒരു സീസണിൽ 23-ല്. വേറെ ആരും സഹായിക്കുന്നില്ല. ഈ എക്സെപ്ഷണൽ പെർഫോമൻസ് വന്നുകൊണ്ട് മാത്രമാണ് ചെന്നൈ കപ്പെടുക്കുന്നത്. 2018 മാത്രമാണ് കംപ്ലീറ്റ്ലി ടീമായിട്ട് കപ്പെടുക്കുന്നത്. അല്ലാതെ ബാക്കി 2 കിരീടങ്ങളായാലും എടുക്കുന്നില്ല. ശരിക്കും ആ ടീമിലും പരാജയപ്പെടേണ്ടിയിരുന്ന ടീം എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. അപ്പൊ ഇതന്നെ ആയിരിക്കും അടുത്ത സീസണുകളിൽ. ഇങ്ങനെ തന്നെയാണ് അപ്രോച്ചെങ്കിൽ ദുരന്തമായിരിക്കും ടീം. ഒരു ബാൻ വരെയുള്ള സമയം ഉണ്ടല്ലോ, ബാൻ കഴിഞ്ഞിട്ട് 2 കൊല്ലം വരെയുള്ള സമയത്ത് കൺസിസ്റ്റന്റ് ആയിരുന്നു. പ്ലേ ഓഫ് ഷുവർ ഇനി ടീം എന്തായാലും പ്ലേ ഓഫ് അടക്കും. ലാസ്റ്റ് എന്തെങ്കിലും അത്ഭുതം കാട്ടി പ്ലേ ഓഫ് അടക്കും എന്നുള്ളത് ഈവൻ ഹേറ്റേഴ്സിന് വരെ അറിയാം. ഇത് ഒരു ടീം പ്ലേ ഓഫ് ഫിക്സ് ചെയ്യുമ്പോൾ ഈവൻ വിദഗ്ധനടക്കം ചെന്നൈ ഉറപ്പിച്ചിരിക്കും ഒരു ടീമിനെ. ബാക്കി 3 ടീമാരാന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോഴുള്ള ESPN പ്ലേ ഓഫ് വിദഗ്ധരിൽ 10 ആൾക്കാരിൽ 2 പേരാണ് ചെന്നൈയിനെടുത്തത്. ആർക്കും അറിയാം കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല ഈ ടീം ഈ അപ്രോച്ചാണ് എന്തെങ്കിലും മാറ്റം. ഞാൻ സ്കോർ കണ്ടപ്പോൾ അത്യാവശ്യം ബോളിംഗ് കണ്ടപ്പോ ഒരു മെച്ചപ്പെട്ട സ്കോറാണ്. ചെന്നൈ പ്ലേ ഓഫ് കൊടുക്കുന്നത് കരുതിയിരുന്നു. പക്ഷേ ഇവന്മാർ ഇങ്ങനെ നെഗറ്റീവ് അപ്രോച്ചിൽ കാട്ടുന്നില്ല. ഫ്രസ്ട്രേറ്റഡ് ആണ് കളി കാണുമ്പോൾ. ഈവൻ ഹേറ്റേഴ്സ് പോലും ഇവന്മാർ എന്താ കാട്ടുന്നത് ലൈനായിരിക്കും. എന്ത് കളി, എന്ത് ഇത്രയും നോർമലായിട്ട് കളി കാണുന്നവരുടെ മാനസികാവസ്ഥ വരെ തെറ്റിക്കുന്ന രീതിയിലാണ് കളിക്കുന്നത്. പവർ പ്ലേ ഒക്കെ ഉപയോഗപ്പെടുത്താതെ എങ്ങനെ വിജയിക്കാനാണ് ഈ കാലത്ത് T20-യിൽ? CSKയുടെ മാച്ചിന് ടിക്കറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അവര് ഓഫ്ലൈൻ ടിക്കറ്റിന്റെ ഒഴിവാക്കി തന്നെ. കാരണം ഓഫ്ലൈൻ ടിക്കറ്റിൽ ആൾക്കാർ തലേ ദിവസം രാത്രി വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്, എന്നാൽ മാത്രമേ കറക്റ്റ് ടൈമിൽ ടിക്കറ്റ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓപ്പൺ ചെയ്ത സമയത്ത് അറിയാം കുറച്ച് പേര് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ക്യൂവിൽ നിന്നാലും 1 ലക്ഷത്തിനോ അല്ലെ 2 ലക്ഷമൊക്കെയാണ് ക്യൂ ഉണ്ടാവുന്നത്. അതില് അവര് ത്രൂ ഔട്ട് പോയാൽ തന്നെ ചിലപ്പോൾ അവർക്ക് കിട്ടുന്നത് 15,000 രൂപയുടെ ടിക്കറ്റ് ആയിരിക്കും നോർമലി ബുക്ക് ചെയ്യുകയാണെങ്കിൽ. ഇനി 2,500 രൂപയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് അത് 30,000-നും 40,000-നും തിരിച്ചു വെക്കുകയാണ്. എന്റെ അനിയൻ, അവൻ ചെന്നൈയിലാണ് പഠിക്കുന്നത്. അവൻ CSKയുടെ സ്റ്റേഡിയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അവൻ അറിയാം കാര്യങ്ങൾ. ഞാനിത് വെറുതെ പറയല്ല. 2,500 രൂപയുടെ ടിക്കറ്റ് വിൽക്കുന്നത് 65,000 രൂപയ്ക്കാണ് ബ്ലാക്കിൽ. 65,000 രൂപ കൊടുത്ത് ആൾക്കാർ വരാൻ ഇപ്പോഴും റെഡിയാണ്. അതിന്റെ മെയിൻ ഫാക്ടർ എന്താണെന്നുള്ളത് നമുക്കറിയാം, ധോണി. പക്ഷേ ധോണി ആൻഡ് ജഡേജ എല്ലാവരും പറയുന്നൊരു കാര്യം, ജഡേജ എല്ലാവരും ഔട്ട് ആവാൻ പ്രാർത്ഥിക്കുന്നു, ധോണിയുടെ എൻട്രി കാണാമെന്ന്. ഓക്കെ, എന്നാൽ ജഡേജ ഔട്ട് ആവാതിരിക്കാനുള്ള പെർഫോമൻസ് ജഡേജ കാണിക്കണ്ടേ? ഇങ്ങനെ ഒരു പ്ലെയർ ഔട്ട് ആയി കഴിഞ്ഞാൽ ടീം തോൽക്കുന്നുള്ള ഒരു സംഭവം ഫാൻസിന് വന്നാല് അവരൊരിക്കലും ജഡേജ ഔട്ട് ആവണമെന്ന് പ്രാർത്ഥിക്കില്ല.
മറ്റേ പ്ലെയർ ഔട്ട് ആണെന്നേ പ്രാർത്ഥിക്കുള്ളൂ. ജഡേജയുടെ കൂടെയുള്ള പ്ലെയർ കളി അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ജഡേജ എടുക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും ജഡേജനെ ഇത്രയും ദളപതി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇത്രയും ബൂസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നോക്കുവാണെങ്കിൽ ജഡേജ ഒരു ഐക്കണാണ് ചെന്നൈയുടെ. സുരേഷ് റെയ്നയ്ക്ക് ചെയ്തു വെച്ചതിന്റെ 16-ൽ ഒരു അംശം പോലും ജഡേജയ്ക്ക് ചെയ്തു വെക്കാൻ പറ്റുന്നില്ല. ഈവൻ 2023 ഫൈനലാണ്. 2023 അതുപോലെ അതെ, ആൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, 100% ഷുവർ. അത് കഴിഞ്ഞ വർഷം അതായിരുന്നല്ലോ റിപ്പീറ്റ് RCBക്കെതിരായ ആ മാച്ചിൽ. 2 ഗോൾ അതെ 10 അതെ, മതിയായിരുന്നു. അത് തന്നെയായിരുന്നു. അപ്പം 2023 ഫൈനൽ ഓക്കെ ജയിപ്പിച്ചു, ഔട്ട് ഓഫ് നോ വെയർ നമ്മൾ ജയിപ്പിച്ചു. പക്ഷെ എന്ന് കരുതി ഈ ടീമിന് ഓൾറെഡി ഒരുപാട് ബാധ്യതകളുണ്ട്. ശിഹാബ് പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് പ്രോമിസ് ചെയ്യാത്ത ഒരാൾക്കാരെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ബാധ്യത ഓൾറെഡി ഉണ്ട് അവർക്ക്. ഓപ്ഷന് മുന്നേ തന്നെ അത് വിസിബിൾ ആയിരുന്നു ഈ പ്രശ്നങ്ങൾ എന്താന്നുള്ളത്, അതെ, എന്താണ് തങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള പുറത്തുനിന്ന് അനലൈസ് ചെയ്യുന്ന ഒരു കൃത്യമായ ധാരണയാണ്. CSK എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അത് പരിഹരിച്ചാൽ മതിയായിരുന്നു. ഉം. അത് ചെയ്യുന്നില്ല. ഒരു 30 പന്തിൽ 70 റൺസ് വിജയിക്കാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു 16 പന്തിൽ ഒരു 34 റൺസ് വിജയിക്കേണ്ടി വരുന്നു. ഇവിടെ ബാറ്റ് ചെയ്യുന്നത് ജഡേജയും ധോണിയും വിജയ് ശങ്കറൊക്കെയാണ്. അല്ല, അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 140 കടക്കുന്നില്ല. ഇന്നലത്തെ മാച്ചിൽ 145 രണ്ടുപേരുടെയും ഇരട്ട പെറ്റ സഹോദരന്മാരെ പോലെ 145.45 ഇവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇത് കാണാനാണോ ആൾക്കാർ 65,000 രൂപ കൊടുത്തു വരുന്നത്? അതില് ജഡേജ ആയാലും ധോണി ആയാലും ആ ലാസ്റ്റ് ആ കളി കൈവിട്ടുന്നുള്ള രീതിയിൽ അടിച്ചത് കൊണ്ട് വരുന്ന സ്ട്രൈക്ക് റേറ്റ് ആണ്. അതെ, അതുവരെയുള്ള സ്ട്രൈക്ക് റേറ്റ് ശരിക്കും 100 ലാസ്റ്റ് കൈവിട്ടുന്ന തന്നെ സമയത്ത് 6 4 അടിക്കുക. അപ്പോഴാണ് ഈ 150 പോകുന്നത്. ആ 150 ഒന്നും കൊടുത്ത് അനലൈസ് ചെയ്യാൻ പാടില്ല, സ്കോർ കാർഡ് കൊടുത്ത് അനലൈസ് ചെയ്യാൻ പാടില്ല, മാച്ച് തന്നെ കാണണം. അത് നമ്മൾ ആൾറെഡി പറഞ്ഞ കാര്യമാണ്. CSKയുടെ പവർ പ്ലേ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു നെഗറ്റീവ്, ഒരു T20 മാച്ചിന് നെഗറ്റീവ് ആണ്. പവർ പ്ലേയിലാണ് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച് കയറ്റിയിട്ട് ബാക്കി അവരൊരു ബിൽഡപ്പ് തുടങ്ങി പിന്നെ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് പവർ പ്ലേയിലാണ്. ആ ഒരു ഇതുപോലും നെഗറ്റീവ് ആയിട്ടുള്ള ത്രിപാഠി തെയ്യം കളിക്കാൻ അവിടെ, തെയ്യം ത്രിപാഠി, ഞാൻ പേരിട്ടത് എനിക്ക് വേറെ വഴിയില്ല, തെയ്യമാണ് കളിക്കുന്നത് അവിടെ നിന്ന്. അല്ലാതെ സ്കോർ വരുന്നില്ല നമുക്ക്. അവസാനത്തെ ഇന്നലെ എന്തോ 2 ഓവറിൽ എന്തോ 26 റൺ കണ്ടാണ് അടിച്ചത്. അഞ്ചാമത്തെ 6ാമത്തെ ഓവർ 2 ഓവർ 26 റൺ അടിച്ച് കയറ്റിയതുകൊണ്ട് കുറച്ച് സ്കോർ കയറി എന്നല്ലാതെ തെയ്യം കളിയാണ്, ത്രിപാഠിയുടെ തെയ്യം കളിയാണ് അവിടെ കാണുന്നത് നമ്മൾ ആദ്യത്തെ പവർ പ്ലേയിൽ. ഈ തെയ്യം കളി കാണാനാണ് അവിടെ ആൾക്കാർ വന്നിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത് ഇറക്കുന്ന ശങ്കർ ഇന്നലെ എന്തോ ഒരു 6 ഒക്കെ അടിച്ചു, എന്തൊക്കെയോ കാണിച്ചു. ഹൂഡയെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആണ്, ചേഞ്ചസ് നല്ല കൊണ്ടുവന്നല്ലേ ബെറ്റർ സഞ്ജയ്? ആണ്. അവര് നമ്മൾ പറഞ്ഞ ചേഞ്ചസ് അവർ കൊണ്ടുവന്നു. കോൺവേ എനിക്കൊന്ന് പരിക്കണം തോന്നുന്നു, അത് കൊണ്ടുവന്നില്ല. പക്ഷെ രണ്ട് ചേഞ്ചസ് ചെന്നൈയെ സംബന്ധിച്ച് വലിയൊരു ചേഞ്ചസ് ആണ്. അവർ കൃത്യമായിട്ട് മാറ്റണം അവനെ, അവനെ മാറ്റി. ടീമിൽ കൊണ്ടുവരരുത്. അല്ല, ഇനിയും കളിപ്പിച്ചിട്ട് കാര്യമില്ല. സാംകറിനെ ഇനിയും കളിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഇനി ഒരു 2-3 കളിയും കൂടെ ഇതുപോലെ സാംകറിനൊക്കെ വരുമ്പോ തന്നെ ആൾക്കാർ പിന്നെ സംസ്കാരം മടുക്കും. വരുന്നതിന് പകരം ഒരു ഇപ്പോ ആര് വന്നാലും പവർ പ്ലേയിൽ കരിയർ ഇല്ലാത്തവരൊക്കെ അടിമേടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു അവർ ചെയ്യേണ്ട കാര്യം മറ്റേ അൻഷുൽ കമ്പോജ് ആയാലും നാഗർകോട്ടി ആയാലും ഇന്ത്യൻ പേസേഴ്സ് അത്യാവശ്യം നല്ല റെക്കോർഡ് ഡൊമസ്റ്റിക് പ്ലേയേഴ്സ്, അവരെ കൊണ്ടുവന്നിട്ട് 10-15 റൺസ് കൊടുക്കാനാണെങ്കിൽ അവർ കൊടുത്തോട്ടെ, അവരിറങ്ങട്ടെ, അവർക്ക് എക്സ്പീരിയൻസ് ആവുമല്ലോ. DCSR മാച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പറയല്ലോ, എടാ മോനെ അത് ലോക്ക കാരണം അത് ലോക്കായി. SRHന്റെ ബാറ്റിംഗ് കഴിഞ്ഞ വട്ടത്തെ ഒരു രീതിയല്ല. അവര് ആ ഒരു ഹിറ്റിംഗ് എബിലിറ്റി നമ്മളെല്ലാം പറഞ്ഞ അല്ലടാ, പറഞ്ഞ കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം തരുമോ, അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു ഗ്യാപ്പ് സ്റ്റാർക്ക് കൊടുക്കുന്നില്ല. ആര് വരുന്ന അടുത്ത ആൾ അവൻ ലോക്കൊക്കെയാണ് കറക്റ്റ്. ഇത് സ്റ്റാർക്കിന്റെ ഒരു പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. അഷാർച്ച് വിൽ കം ബാക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ സ്റ്റാർക്ക് നല്ല വൃത്തിക്ക് പന്തറിഞ്ഞു. മറ്റേ അനികേത് വർമ്മയുടെ പെർഫോമൻസ് വെച്ചെടുത്ത് ആര് വന്നാലും സ്റ്റാർക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോളർ വന്ന് കറക്റ്റ് ടൈമിൽ വിക്കറ്റ് എടുക്കുന്നു. അനികേത് വേറൊരു അനികേതിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം, നല്ല ഹിറ്റിംഗ് 6 ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ഈവൻ ഡൊമസ്റ്റിക് എന്നല്ല, ഈ പറഞ്ഞ നേരത്തെ പോലെ പഞ്ചാബ് പ്രീമിയർ ലീഗ് അങ്ങനത്തെ ലീഗിൽ നിന്ന് പെർഫോം ചെയ്ത് വരുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അത് കാണുമ്പോൾ നല്ല രസം, നല്ല എൻകറേജ്മെന്റ് ആണ് അത്. ഇപ്പൊ വിഘ്നേഷ് ഒറ്റ ഫസ്റ്റ് ക്ലാസ് മത്സരം കേരളത്തിൽ പോലും കളിച്ചിട്ടില്ല. അവരെ ബ്രേക്ക് ചെയ്ത് അവരുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ ബാറ്റിംഗ്, അവരുടെ ടോപ്പ് ഓർഡറിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അവർ ജയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പം ഇടയ്ക്ക് ഇന്നലത്തെ മാച്ചിൽ അനിക്കത്തൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്തു. പക്ഷെ സ്റ്റാർക്കിന്റെ ഒരു ത്രൂ ഔട്ട് പെർഫോമൻസ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 5 വിക്കറ്റ് ഹോളൊക്കെ എടുത്തിട്ടാണ്. അതുപോലെ ബോളിംഗ്, SRHന്റെ ബോളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഷമിയൊക്കെ ഒരു പ്രിവ്യൂല് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇവർ എക്സ്പോസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതിലിനി കൂടുതലായിട്ട് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല, അത് ആൾറെഡി തെളിഞ്ഞു കഴിഞ്ഞു. ഷാമി എത്ര വിക്കറ്റ് ടേക്കറാണ്, പാറ്റ് കമ്മിൻസ് വലിയ എന്തോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPL വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് നല്ല സ്പിൻ ബോളറൊന്നും അങ്ങനെ ഇല്ല. ആ സാമ്പനെ വെച്ചിട്ടൊക്കെ എത്ര കാലം ഓടുന്നുള്ളത് അറിയാം. പക്ഷെ ബാറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ മത്സരങ്ങൾ വിജയിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ബാറ്റിംഗ് അത്ര എക്സ്പ്ലോസീവ് ഹിറ്റേഴ്സ് ആണ് ഫുള്ള്. ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ ഫോം ആവും. ഡൽഹി ടീമിന്റെ ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും നല്ലൊരു ടീമായി മാറിയിട്ടുണ്ടാവും കേട്ടോ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ടീം. ഐ മീൻ പ്രതീക്ഷിക്കാത്തല്ല, പ്രിവ്യൂ ദേവാനന്ദ് പറഞ്ഞിരുന്നുണ്ട് ഡൽഹി നല്ല സ്കോറാണെന്ന് പറഞ്ഞിരുന്നുണ്ട്. അവർ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പവർ പ്ലേയിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റിയ ഓപ്പണേഴ്സ്, മിഡിൽ ഓർഡറിൽ നല്ല ബാറ്റേഴ്സ്, ഫിനിഷിംഗ് സ്റ്റെപ്സും അശുതോഷും, വേണമെങ്കിൽ അക്സറിന് മിഡിൽ ഓർഡർ ആയിട്ട് ഇറങ്ങും. നല്ല ഒരു പ്രോപ്പർ T20 ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. വലിയ പേരുകളാണെന്നല്ല, പക്ഷെ അത് കഴിവുണ്ട്. പിന്നെ ബോളിങ്ങിലോട്ട് വന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ബോളിംഗ് ലൈനപ്പാണ് തോന്നുന്നത് എനിക്ക്.
പേസിംഗ് സ്പിന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ബോളിംഗ് ലൈനപ്പ്. ഗ്രേറ്റ് എന്നല്ല, ഗുഡ് ബോളിംഗ് ലൈനപ്പ്. അപ്പൊ എന്തുകൊണ്ട് നല്ലൊരു T20 ടീം. അതെ, ഇന്നലെ പോലും ഫാഫ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഫ്രേസറിനെക്കാട്ടിലും അറ്റാക്കിങ്ങിന് കളിച്ചത് ഫാഫാണ്. ഫാഫിന്റെ ഇന്നിങ്സ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ചെന്നൈയിൽ നിന്ന് പോയതിനു ശേഷം എന്തോ ബാധ കയറിയിട്ടുണ്ടോ തോന്നുന്നു. ചെന്നൈയിൽ കിട്ടില്ല ബാറ്ററായിരുന്നു, ഒരു സംശയമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള അറ്റാക്കിംഗ് അല്ലായിരുന്നു ചെന്നൈയിൽ കൺസിസ്റ്റന്റ് ചെയ്യുന്ന ആള്. സൗത്ത് ആഫ്രിക്കൻ പ്രീമിയർ ലീഗിൽ നന്നായിട്ട് പുള്ളി ആ സൗത്ത് ആഫ്രിക്കൻ മേലിൽ കണ്ടിന്യൂസ് ആയിട്ട് 20 സംതിങ് ബാളുകളിൽ 50 സ്കോർ ചെയ്യുന്ന ഒരാളാണ്. അതായത് 30-35 പോകുന്നേ ഇല്ല പല പ്ലേയേഴ്സിന്റെയും പോലെ. 21-25 ആ റേഞ്ചിൽ ബോളുകൾ എടുക്കുന്നുള്ളൂ മാക്സിമം. നല്ല രീതിയിൽ അയാൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഈവൻ RCB പോലും കോഹ്ലിയുടെ ഒരു നെഗറ്റീവ്സ് ഒക്കെ മറച്ചു വെച്ച പ്ലെയർ ആയിരുന്നു മൂപ്പര്. കോഹ്ലി ലാസ്റ്റിലോട്ട് മാറ്റി വെക്കുമ്പോൾ ഇയാളായിരുന്നു അത് കവർ ചെയ്തത്. നല്ലൊരു പ്ലെയർ കേട്ടോ, നല്ല ക്വാളിറ്റിയിൽ. അത്രയും വയസ്സായിട്ടും കളിക്കുന്നുണ്ടല്ലോ, ഓപ്പണിംഗ് ആയാലും വൺ ഡൗൺ ആയാലൊക്കെ. ചെന്നൈക്ക് വേണ്ടി നല്ല കൺസിസ്റ്റന്റ്, നല്ല അത്ലീറ്റ് ആണ്, നല്ല വേഗതയുണ്ട്, നല്ല ആക്യുറസി ഉണ്ട്, ഹിറ്റിംഗ് പവർ. ഇയാളെ കാര്യം കൊടുത്തപ്പോഴാണ് ഫീൽഡിലെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫീൽഡിലെ അസാമാന്യ പ്രകടനം ഓർമ്മ വന്നത്. എന്താ ഫീൽഡിങ് ചെന്നൈയുടെ. ലോങ് ഓണിലും ലോങ് ഓഫിലൊക്കെ ഇപ്പൊ ആരാ നിൽക്കുന്നത്. കൂടെ സിറ്റർ വരുമ്പോ ഇന്നലെ ഋതുരാജിന്റെ ക്യാച്ച് കണ്ടോ, ഒരു ക്യാച്ച് എടുത്ത് കയ്യിൽ നിന്ന് പോയതാണ്. ആ സമയത്ത് ഇയാളൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പ്. ഒരു ക്യാച്ചുകൾ ഇയാൾ വിടാറുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പാണ് ഇയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പ്രതീക്ഷിച്ച ഒരു താരം നമ്മുടെ രാഹുൽ അവർക്ക് ഡെബ്യൂട്ട് ചെയ്തു. നല്ല ഇന്ത്യന്റെ ആയിരുന്നു കേട്ടോ. നല്ല പറയുന്നത് 300 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെന്നാണ് കേട്ടോ. സ്ട്രൈക്ക് റേറ്റിലൊന്നും കാര്യമില്ല, അയാള് ഇന്ത്യന്റെ കാണിച്ചു കേട്ടോ. അതൊരു പോസിറ്റീവ് സൈൻ ആണ്. പിന്നെ അയാൾ പ്രഷർ ചെയ്ത് ഓപ്പണിംഗിലോട്ടൊന്നും മാറുന്നില്ലല്ലോ. ഈവൻ ഫാഫ് കഴിഞ്ഞ് വന്നിട്ടില്ല, ഇനി വരുമോന്ന് അറിയില്ല. ഇപ്പോ ഉള്ള ഒരു പൊസിഷനിലോട്ട് ഓപ്പണിംഗിലോട്ട് പോയി കഴിഞ്ഞാൽ ഡൽഹി ലൈനപ്പിന്റെ താളം തെറ്റിക്കും ഇയാൾ ഫോം അല്ലെങ്കിൽ. രാഹുലിന്റെ പൊസിഷൻ എനിക്ക് തോന്നുന്നു ലെവൽ ഈ നമ്പർ 4 കളിക്കുന്ന തന്നെ ആയിരിക്കും. 4 അല്ലെങ്കിൽ 3 ആയിരിക്കും. അതെ, 4 കഴിഞ്ഞിട്ട് മതി രാഹുലിന്റെ ഇഷ്യൂ എന്താ അറിയോ, പോറലിന് തേർഡിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോറലിനും അത് പ്രശ്നമായിട്ട് പോകും. പോറലിന് കളിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പോറലും കൊള്ളാട്ടോ, പോറലും നല്ല പ്ലെയർ. ഇന്നലെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നന്നായിട്ട് ഒരു നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. നല്ലൊരു ടീം. എനിക്ക് തോന്നുന്നു DC RCB എന്തോ ഇപ്പോഴത്തെ ഒരു ലൈനപ്പ് വെച്ചിട്ട് അവർ രണ്ടുപേരും എന്തായാലും പ്ലേ ഓഫിൽ ഉണ്ടാവും തോന്നുന്നു. നല്ല അവരുടെ ഒരു RCBയുടെ എന്താ പറയാ ഹിസ്റ്ററി വെച്ചിട്ട് ചിലപ്പോൾ അവര് ഇത് ചോക്ക് ചെയ്യായിരിക്കും. സൗത്ത് ആഫ്രിക്ക പോലെ ടീമല്ലേ, പക്ഷെ അവന്മാർ ഇപ്പോഴത്തെ ഒരു ഫോം വെച്ചിട്ട് രണ്ട് ടീമും നല്ല ടീം. ഇപ്പൊ ഒരു പ്രഡിക്ഷൻ നടത്താം, 2 ടീമുകൾ ഉള്ളിൽ കയറുന്ന 2 ടീമുകൾ പുറത്തു പോകുന്നു. ഗുജറാത്തും 3 ടീമുകളെ പുറത്താവുന്നത്. കൊൽക്കത്തയും ഗുജറാത്തും ചെന്നൈ സൂപ്പർ കിങ്സും പ്ലേ ഓഫിൽ ഉണ്ടാവില്ല. ഡൽഹിയും RCBയും പ്ലേ ഓഫിൽ ഉണ്ടാവും. ബാക്കി 5 ടീമുകൾ ബാക്കി 2 സ്പോട്ടുകൾക്ക് വേണ്ടി മത്സരിക്കും. ഇതായിരിക്കും എന്റെ ഒരു ഊഹം വെച്ച് നടക്കാൻ പോകുന്നത്. നിക്കോളാസ് പൂറിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. പുള്ളി ബാറ്റർ, രക്ഷയില്ലാത്തൊരു സ്ട്രൈക്കിംഗ് എബിലിറ്റി തന്നെ. ചെന്നൈ സൂപ്പർ കിങ്സ് പോലും 10ാം സ്ഥാനത്ത് തോന്നുന്നു, 12ഓ 10ാം സ്ഥാനത്ത്. എങ്ങനെ ഇയാള് സെക്കൻഡോ ഫസ്റ്റ് എങ്ങനെ ഒരു കാർണരിക്കാരനല്ല, കറക്റ്റ് ടെക്നിക്കൽ എബിലിറ്റീസ് ഉള്ള നല്ല രസമാണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഈ രാഹുലിന്റെ ഇന്നിങ്സ് ബൗണ്ടറി ഹിറ്റിംഗ് ഒക്കെ നമ്മളൊരു പഞ്ചാബിലെ ആ ഒരു പാസസ് 50 അടിക്കുന്ന ഒരു ടൈമിൽ രാഹുലിന്റെ ഒക്കെ ഒരു ഇന്നിങ്സ് കാണുമ്പോൾ നമുക്കൊരു ഒഴുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പുറത്തായ സമയത്ത് 42 ബോൾ 98 റൺസിന്റെ ഇന്നിങ്സ് ഉണ്ട് 2022-21 അതിൽ കിട്ടില്ല ഇന്നിങ്സ്, കിട്ടില്ല ഷോട്ട്സ് അല്ലേ, ഫ്ലിക്ക് ചെയ്തിട്ടുള്ള സിക്സർ ഒക്കെ കാണാൻ എന്താ രസം. നല്ല രസമാണ് കാണാൻ, നല്ല രസമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. വല്ലാത്തൊരു അഴകാണ് സത്യം പറയാം. അതുപോലെയൊക്കെ ഹിറ്റ് ചെയ്യുന്ന കാണാൻ തന്നെ 2023 വേൾഡ് കപ്പ് കണ്ടു കഴിഞ്ഞാൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. നാളത്തെ മത്സരം LSGയും പഞ്ചാബും തമ്മിലാണ്. ലക്നൗ സൂപ്പർ ജയൻസും പഞ്ചാബ് കിങ്സും തമ്മിലാണ് നാളത്തെ മത്സരം. എന്താണ് പ്രഡിക്ഷൻ? എന്റെ പ്രഡിക്ഷൻ പഞ്ചാബ് വിജയിക്കും. ഐ എം ഗോയിങ് വിത്ത് ശ്രേയസ് അയ്യർ, പഞ്ചാബ് കിങ്സ്. എനിക്കില്ല, LSG ചേസ് വന്ന LSG ജയിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആര് ചേസ് ചെയ്യുന്ന ആ ടീം ജയിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷനാണ് എനിക്കുള്ളത്. നിക്കോളാസ് പൂരൻ വിക്കറ്റ് ആയില്ല ചേസ് ആണെങ്കിൽ. നിക്കോളാസ് പൂറിനെ ഹർഷദീപ് വിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചേസ് ഫസ്റ്റ് ബാറ്റിംഗ് ഒന്നുമില്ല. ആര് ജയിക്കും? LSG ജയിക്കും, പഞ്ചാബ് ജയിക്കും? പഞ്ചാബ് ജയിക്കും. ഞാൻ LSGയുടെ കൂടെ. ഓക്കെ, ഞാൻ പഞ്ചാബിന്റെ കൂടെ. ഓക്കെ, അപ്പോൾ 2 പേര് പഞ്ചാബിന്റെ കൂടെ, ഒരാൾ ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ റിവ്യൂ. നമ്മള് 3 മത്സരങ്ങളെ കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിച്ചു, നാളത്തെ പ്രഡിക്ഷനും സംസാരിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ നമ്മുടെ 3 പേരുടെയും സാഹചര്യം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. സോറി ഫോർ ദാറ്റ്. And thank you for your support. Share our video, subscribe to our channel, and thank you so much for watching this video.